ഹലോ ഗൈസ്, നേച്ചേഴ്സ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു വീഡിയോയിലേക്കുന്നത് ഞാൻ ഇന്നൊരു ചിത്രം വരയ്ക്കാൻ പോവാണ്. ആർട്ട് അതിനായിട്ടൊരു പേപ്പർ എടുത്തിട്ടുണ്ട്, അതിന് ക്രയോൺ എടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് കളർ പെൻസിലില്ല, അവിടെ ക്രയോൺ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പെന്നാണ് കേട്ടോ, പെൻസിൽ വേണ്ട, പെൻസിലിനെ കൊണ്ട് കിട്ടത്തില്ല എനിക്ക്. അത് പെന്നും പിന്നെ ഇതും പേപ്പറും ഇതും. പിന്നെ എനിക്ക് ആർട്ടിൻ്റെ ഒരു ബുക്കുണ്ട്. ഇതിൽ ഞാൻ എന്തൊക്കെയോ പൊട്ടത്തരം എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതൊക്കെയല്ല, എൻ്റെ സ്കൂൾ ആർട്ടാണ്. ഫസ്റ്റിന്നൊരു കൊണയില്ലാത്തൊരു കൊക്കപ്പശിനാണ് വെച്ചത്. അതിനുശേഷം ഒരു വീട് എങ്ങനെ കാണുന്നത് കമൻറ്റ് ചെയ്യട്ടോ. കണ്ടല്ലേ ഇത് വരച്ച് അതിൻ്റെ അപ്പുറത്തെ പേജിൽ ഒരു ചെറിയൊരു ചെടി പെൻസിലിട്ടേക്കണേ. ഞാൻ എന്തൊക്കെയോ ചിത്രങ്ങൾ വരച്ച് വെച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് അത്ര ചിത്രം വരയ്ക്കാൻ അറിയത്തില്ല. പക്ഷെ ഇതിങ്ങനെ വരച്ച് കൂട്ടാം കഷ്ടപ്പെട്ട്. മീനാട്ടോ, മീൻ്റെ പോലെ നോക്കിയൊക്കെ തലയരച്ച് വരുന്നുണ്ട്. അപ്പം നമുക്കിതെടുത്ത് പൊരിക്കാം. അതിനുശേഷം ഇതാണ് ഒരു പിക്ചർ. കാണുകയാണെങ്കിൽ പിന്നെ തലയിച്ചിട്ടായിരുന്നു വരച്ചത്. ഇപ്പുറത്ത് ഇങ്ങനെയാണ് വരച്ചത്, ഞാൻ മായ്ച്ചിട്ട് ഇങ്ങനെ വരച്ചതാണ്. അതിൻ്റെ അപ്പുറത്ത് ഞാനൊരു തത്തമ്മനെ വിങ്ങി വരച്ച് വെറുതെ കാണാൻ പറ്റുന്നത്, വെറുതെ ബോറടിച്ചപ്പോൾ. പിന്നെ നല്ല അടിപൊളി പൂവാണ് കേട്ടോ. ഈ പൂവാണ് ഞാനിപ്പം വരയ്ക്കാൻ പോകുന്നത്. നല്ല ഡിസൈൻ, പക്ഷേ ഇത് അത്ര ഗുണമില്ലാന്ന് തോന്നുന്നു. അതുകൊണ്ട് വേറെ പിക്ചറും കൂടി വരയ്ക്കാൻ പോവുകയാണ്. കുറേ പേപ്പർ വരഞ്ഞു വയ്ക്കും. ഇതിൻ്റെ മേലെ വെച്ച് ഇതാണ് കേട്ടോ. അപ്പോൾ ഈ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അല്ലേ. വീഡിയോയിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പെണ്ണ് വേണം. പെണ്ണിൻ്റെ അടുപ്പൊന്ന് കഴിക്കാം അല്ലേ. അടുപ്പൊന്ന് കഴിച്ചിട്ട് അവിടെ ക്രയോണൊക്കെ അവിടെ വെച്ചിട്ട് നമ്മൾ പേപ്പറാണ് എടുത്തിട്ട് ഇവിടെ വെച്ച് അറിയാം. ഞാൻ ഒരു പൂവാണ് വരയ്ക്കാൻ വന്നത്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാ പേപ്പർ, ഇതാ ഗൈസ് നമുക്കിതിൽ വരയ്ക്കാം. അതിനെണ്ണം പൂവ് വരയ്ക്കാതെ പൂവാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. ആദ്യം പൂവിന് മഷിയില്ലെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറിയല്ലേ പൂവാദ്യം വരക്കാം അല്ലേ. പൂ വരക്കാനൊന്നും അത്ര അറിഞ്ഞൂടാ, അതുകൊണ്ടാണ് കേട്ടോ. പൂ വരക്കാൻ അത്ര എനിക്ക് അറിഞ്ഞൂടാ. ഒരു എന്തോ ഒരു പോലെ ഉണ്ട്. പക്ഷെ ലാസ്റ്റ് ഞാൻ വരച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം കേട്ടോ. ലാസ്റ്റ് ലുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വരച്ചു ചെറിയ പൂവായി പോയി തോന്നിട്ടോ. എൻ്റെ മേലെ വേണമെങ്കിൽ നമുക്ക് വരക്കാം. ഞാൻ വെറുതെ ഒരു ഡിസൈൻ വരച്ചതാണ്. ഇതിൻ്റെ മേലെ വേണ്ടി വരില്ല, കാരണം ഇത് നല്ല ഡിസൈൻ ഇട്ട് ഇത് ഇങ്ങനെ കമൻറ്റ് ചെയ്യാം. ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നടുക്കും കൂടി ഒരു സ്പേസിലുണ്ട്, അവിടെയും കൂടി വരക്കാം കേട്ടോ. കുറച്ച് വലുപ്പത്തിൽ വരക്കാം. മേലെയായിട്ട് ഡിസൈൻ വേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഡിസൈൻ വരക്കാം, വെറുതെ ഒരു രസത്തിന് വരക്കുന്ന കേട്ടോ. ഞാനെന്തെന്ന് പറയാം. ഇവിടെ ഒരു സ്ഥലമുണ്ട്, ഇവിടെയും കൂടി വരക്കാം. എനിക്ക് നന്നായിട്ട് കുറച്ചാണ് കേട്ടോ. ഈ കുറച്ച് മാത്രമേ ആർട്ടൊക്കെ അറിയാവൂ, എല്ലാവരും എനിക്കറിയില്ല. എനിക്ക് അങ്ങനെ ആർട്ടൊന്നും അത്ര അറിയില്ല കേട്ടോ. ഞാൻ പഠിച്ചിട്ടില്ല ഡ്രോയിങ്ങിന്. എൻ്റെ സ്കൂളിൽ എൻ്റെ 3ാം ക്ലാസ്സിൽ ഞാനിപ്പോൾ ആദ്യം 3ാം ക്ലാസ്സിലാണ്, ഇപ്പോൾ 4ാം ക്ലാസ്സിലേക്ക് പാസ്സായതാണ്. ശരിക്കും 5ൽ വേണ്ടതാണ്, പക്ഷേ LKG കൊറോണ ആയപ്പോൾ ഒന്നും പോയിട്ടില്ല. ഓക്കെ, എൻ്റെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെക്കനുണ്ട്. അവൻ ഫുള്ള് ഡ്രോയിങ് പഠിച്ചിട്ടില്ല. നല്ല അടിപൊളി പൂവ് വരയ്ക്കും, റോസാ പൂവല്ല, നല്ല അടിപൊളി ആർട്ട് മാമല്ലേ നമ്മളെ ആർട്ട് മാം പഠിപ്പിച്ച് തന്നതിൽ അതേപോലെ വരയ്ക്കും. അമ്മക്കൊന്നും അങ്ങനെ വരയ്ക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ നമ്മുടെ ക്ലാസ്സിൽ ഒരാൾക്ക് പോലും അങ്ങനെ വരയ്ക്കാൻ പറ്റിയിട്ടില്ല, പക്ഷെ അവനക്ക് മാത്രം വരയ്ക്കാൻ പറ്റി. ഞാൻ ഞെട്ടിപ്പോയി. അവൻ എൻ്റെ ഫ്രണ്ടും കൂടിയാണ്. അവനെനിക്ക് കാണിച്ചു തന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞു ഇതൊക്കെ ഇങ്ങനെയാണ് പഠിക്കുന്നത്. അപ്പോൾ അവൻ പറഞ്ഞ് ഞാൻ ആർട്ട് പഠിച്ചുകൊണ്ടാണ്, ഒരു ആർട്ടിൻ്റെ ഒരു ക്ലാസ് ഉണ്ട്, അതിൽ ഞാൻ പഠിച്ചുകൊണ്ടാണ് എനിക്കിപ്പോൾ ചിത്രമൊക്കെ നന്നായി വരയ്ക്കാൻ അറിയാമെന്നൊക്കെ പറഞ്ഞു എന്നോട്.
അപ്പോൾ ഇത് ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം. ഒരു 2-3 കൂടി വരച്ചോട്ടെ. ഇതാണ് ഫൈനൽ ലുക്ക്. ആയിട്ടില്ല കേട്ടോ, ഫൈനൽ ലുക്ക് ആയിട്ടില്ല. ഞാൻ ഫൈനൽ ലുക്ക് ലാസ്റ്റ് കാണിച്ചു തരാം. ഒരു എന്താ ചളഞ്ഞ പോലെ ഉണ്ട്. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇവിടെയും കൂടി വരക്കാം, വെറുതെ ഒരു രസമല്ലേ. എന്തെങ്കിലും രസമില്ലെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. രസം ഉണ്ടെങ്കിലോ രസമില്ലെങ്കിലോ കമൻറ്റ് ചെയ്യുക. ഇങ്ങനെ ഉണ്ടെന്ന് ലാസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഞാൻ ഇങ്ങനെയുള്ള കഷ്ടപ്പെട്ട് വരക്കുന്നതാണ്. എന്തായാലും രസമില്ലെന്ന് ആരും പറയത്തില്ല എന്ന് എനിക്കറിയാം. എന്നാലും പറയും ഇഷ്ടം പോലെ. ഇത് ഇവിടെയും പോയി വരക്കാം അല്ലേ. എല്ലാം ഞാൻ ലാസ്റ്റ് അവിടെ വരക്കും. അപ്പോൾ കഴിയാനായിട്ട് ഇതേ ഉള്ളൂ. അതും കൂടി കഴിഞ്ഞാൽ കേട്ടോ. വരച്ചു ഇത് മര്യാദക്ക്. ഞാൻ യൂട്യൂബിൽ കുറേ വീഡിയോ ഇടുന്നുണ്ട്, പക്ഷെ ആരും കണ്ടില്ല. അപ്പോൾ എല്ലാവരും കാണുക. ഓക്കെ, കുറേ ആൾ കാണാണ്ടുണ്ട്, നോക്കും, പക്ഷെ ലൈക്കും ചെയ്യത്തില്ല. അതാണ്. അപ്പോൾ ഞാൻ വെറുതെ ഒരു രസത്തിനൊരു സൂര്യനും കൂടി ഒന്ന് വരക്കാമെന്ന് വിചാരിച്ചു. സൂര്യൻ വരച്ചു, മുളക്കുന്നില്ല. നമുക്ക് മഴയും കൂടി വരച്ചാലോ എന്ന് വിചാരിച്ചു. മഴയും കൂടി വരക്കാം അല്ലേ. സൂര്യൻ ഉണ്ടാകത്തില്ലല്ലോ. അതല്ല, അത് നമുക്കിത് ഒരു കാക്കയായിട്ട് മാറ്റാൻ പറ്റും. കാക്ക പറന്നു പോകുന്നു. കാക്ക പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. ഫൈനൽ ലുക്ക് ഇതാണ്. എങ്ങനെയുണ്ടെന്ന് പറയാം. എനിക്ക് ഭയങ്കര മടിയാവുന്നത്, പക്ഷെ നിങ്ങൾ വെടക്കുന്നൊന്നും പറയാൻ പാടില്ല പ്ലീസ്. എല്ലാവരും ലൈക്കും ഷെയർ ചെയ്യട്ടെ. ഞാൻ ഇടുന്ന വീഡിയോ ഒക്കെ എല്ലാവരും കാണുകയും ചെയ്യണം. അപ്പം ഫൈനൽ ലുക്ക് ഇതാ. എങ്ങനെയുണ്ട് എന്ന് പറയാട്ടെ. എനിക്ക് ചെറിയ മടിയുണ്ട്. അപ്പോൾ എങ്ങനെയെന്ന് പറയാം. രസമുണ്ടെങ്കിൽ രസമുണ്ടെന്ന് പറയാം. സൂപ്പർ എന്നാ, വെരി നൈസ് എന്നാ, വാവ് ബ്യൂട്ടിഫുൾ എന്നാ, എന്ത് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. എന്ത് പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് കാക്കയാണ് കേട്ടോ. കാക്ക ഒന്നും തോന്നരുത്, കാക്ക വരച്ചതാ. ഇങ്ങനെയുണ്ട്. അപ്പോൾ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും വീഡിയോല്ലോ കേട്ടോ. അപ്പോൾ ഈ ചിത്രം എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കളറൊന്നും ചെയ്യാൻ പറ്റില്ല, വെറുതെ കളറെടുത്ത്. അപ്പോൾ എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. ബൈ, അടുത്ത വീഡിയോയിലേക്ക് കാണാം.